നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ IPL-ഉം മതിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഹോം ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ടീം വിടാനൊരുങ്ങുകയാണെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ട്രേഡിംഗ് വിൻഡോയിൽ അശ്വിനെ CSK വിൽക്കാനുള്ള നീക്കങ്ങളും നടത്തിവരികയായിരുന്നു. അതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി 38-കാരൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അശ്വിൻ വിരമിച്ചത്. ഇപ്പോൾ IPL-ഉം നിർത്തിയെങ്കിലും അദ്ദേഹം ക്രിക്കറ്റ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. വിദേശ ഫ്രാഞ്ചൈസി ലീഗുകളിൽ തുടർന്ന് കളിക്കാനൊരുങ്ങുകയാണ് താരം. CSK-യിലൂടെ IPL കരിയർ ആരംഭിച്ച അദ്ദേഹം അവർക്കായി കളിച്ചു തന്നെയാണ് കളി നിർത്തിയത്. IPL-ൽ വിവിധ ടീമുകളുടെ കുപ്പായമണിഞ്ഞ അശ്വിന് കോടികൾ സമ്പാദിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ ടൂർണമെന്റിലൂടെ മാത്രം അദ്ദേഹത്തിന് ലഭിച്ച സമ്പാദ്യം എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 2008-ലെ പ്രഥമ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമാണ് ആർ അശ്വിന്റെ തുടക്കം. കന്നി സീസണിൽ അദ്ദേഹത്തിന്റെ ശമ്പളം വെറും 12 ലക്ഷം രൂപ മാത്രമായിരുന്നു. അവസരം ലഭിച്ചപ്പോഴെല്ലാം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയ അദ്ദേഹം ടീമിലെ അവിഭാജ്യ ഘടകമായി മാറി. അതോടൊപ്പം ശമ്പളത്തിലും വലിയ കുതിപ്പുണ്ടാവുകയും ചെയ്തു. 16 വർഷത്തിലേറെ നീണ്ട IPL-ൽ പല നിറങ്ങളിലുള്ള വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിക്കാനും ക്യാപ്റ്റനാവാനുമെല്ലാം അശ്വിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. CSK കൂടാതെ റൈസിംഗ് പൂനെ സൂപ്പർ ജയന്റ്, പഞ്ചാബ് കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിക്കാനിറങ്ങി. 212 മത്സരങ്ങളിലായി 7.12 എന്ന അതിശയിപ്പിക്കുന്ന ഇക്കോണമി റേറ്റിൽ 180 വിക്കറ്റുകൾ അശ്വിൻ പോക്കറ്റിലാക്കുകയും ചെയ്തു. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം. 2008-ലെ കന്നി സീസണിൽ 12 ലക്ഷം രൂപയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ അശ്വിന്റെ പ്രതിഫലം. 2010 വരെ ഇതേ ശമ്പളമാണ് പ്രതിവർഷം ലഭിച്ചത്. എന്നാൽ 2011-ൽ ശമ്പളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടത്. 12 ലക്ഷമെന്നത് ഒറ്റയടിക്ക് 3.91 കോടി രൂപയിലെത്തി. 2013 വരെ ഇതേ ശമ്പളമാണ് പ്രതിവർഷം ലഭിച്ചത്. എന്നാൽ 2014-ൽ അശ്വിനെ ചെന്നൈ നിലനിർത്തിയപ്പോൾ ശമ്പളം 7.5 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. 2 സീസണിൽ ഇതേ ശമ്പളത്തിലാണ് അദ്ദേഹം കളിച്ചത്. 2016-17 സീസണുകളിൽ ചെന്നൈ ടീമിന് IPL-ൽ വിലക്ക് നേരിട്ടപ്പോൾ അശ്വിൻ തട്ടകം മാറി. റൈസിംഗ് പൂനെ സൂപ്പർ ജയന്റിലേക്കായിരുന്നു കൂടുമാറ്റം. അവിടെയും 7.5 കോടി തന്നെ പ്രതിഫലമായി ലഭിക്കുകയും ചെയ്തു. 2018-ലെ ലേലത്തിൽ 7.6 കോടിക്ക് അശ്വിനെ പഞ്ചാബ് വാങ്ങി. 2 സീസണുകളിലാണ് അദ്ദേഹം അവർക്കായി കളിച്ചത്. 2020-ൽ 7.6 കോടിക്ക് അശ്വിൻ ഡൽഹി ടീമിലേക്ക് ചേക്കേറി. അവിടെ 3 സീസണുകൾ അദ്ദേഹം കളിക്കുകയും ചെയ്തു. 2022-ലെ മെഗാലേലത്തിൽ 5 കോടിക്ക് അശ്വിനെ റോയൽസ് കൈക്കലാക്കി. 2024 വരെ അദ്ദേഹം അവർക്കായി കളിക്കുകയും ചെയ്തു. തുടർന്നുള്ള മെഗാലേലത്തിലാണ് 9.75 കോടി രൂപക്ക് അശ്വിനെ ചെന്നൈ തിരികെ എത്തിച്ചത്. ഒരു സീസൺ മാത്രം അവർക്കായി കളിച്ച അദ്ദേഹം ഇപ്പോൾ വിരമിക്കുകയും ചെയ്തിരിക്കുകയാണ്.